അബുദാബിയിലെ നാഫ്കോ എന്ന പ്രശസ്തമായ കമ്പനിയിലെ ടെക്നിക്കൽ മാനേജരായി വർക്ക് ചെയ്യുന്ന തൃശ്ശൂർ വലപ്പാട് സ്വദേശിയും അമർ സിംഗ് വലപ്പാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അമർ കുമാർ എന്ന ആളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമുക്ക് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, വെൽക്കം ടു ദി ഷോ ഓട്ടോഗ്രാഫ്. താങ്ക്സ്. 1986 തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് എന്ന സ്ഥലത്തു നിന്നും താങ്കൾ യു എയിലെത്തി. അതിനു മുൻപ് 2 വർഷം ഒമാനിലെ മസ്കറ്റിലും ജോലി ചെയ്തു. എങ്ങനെയാണ് യു എയിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ പ്രവാസി ജീവിതം തുടങ്ങുവാനുള്ള കാരണം? അല്ല, അതൊരു ആ ചോദ്യത്തിന് ഉത്തരം ആ കാലഘട്ടത്തിനാണ്. കാരണം എൻ്റെ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഗൾഫ് മാത്രമാണ് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉള്ളത്. എങ്ങനെയെങ്കിലും ഗൾഫിലെത്തിപ്പെടുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം പോലും പൂർണ്ണമാക്കാതെ എത്രയും പെട്ടെന്ന് ഗൾഫിലേക്ക് എത്തുക, ഗൾഫിൽ കിട്ടാവുന്ന ജോലിക്കനുസരിച്ചൊരു തൊഴിൽ പരിശീലനം നേടുക, അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഗൾഫിൽ വരുന്നത്. മൂത്ത 2 ബ്രദേഴ്സും ഗൾഫിലായിരുന്നു. അപ്പം പിന്നെ മൊത്തത്തിൽ ആ കേരളത്തിൽ അങ്ങനെ ഒരു ട്രെൻഡ് തന്നെയായിരുന്നു. എത്രയും പെട്ടെന്ന് ഗൾഫിലെത്തുക. വേറെ നമ്മുടെ മുമ്പിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. പ്രത്യേകിച്ച് അന്ന് ഈ ഗൾഫിലേക്കുള്ള ഒരു ഒഴുക്ക് തുടങ്ങിയ സമയം ഒരു പക്ഷേ അതിൻ്റെ ഒരു നല്ല സമയം ഗൾഫിലേക്ക്. പ്രത്യേകിച്ചും പഴയ ജനറേഷനിൽ നിന്ന് മാറി കുറച്ചുകൂടി മാറി വന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരുടെ മനസ്സിലും എല്ലാ ചെറുപ്പക്കാരുടെ മനസ്സിലും ആ ഒരു സ്വപ്നം തന്നെയായിരുന്നു, ഗൾഫിലെത്തുക, അവിടെ നിന്നൊരു ജീവിതം തുടങ്ങുക എന്നായിരുന്നു. അങ്ങനെയാണ് ഞാനും ആ ഒഴുക്കിപ്പെട്ട് ഇവിടെ എത്തിയത്. ഏത് തൊഴിലുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇവിടെ വർക്ക് ചെയ്തത്? ഞാൻ മസ്കറ്റിൽ പോകുന്നത് ഇലക്ട്രിക്കൽ ടെക്നീഷ്യനായിട്ടാണ്. അങ്ങനെ അവിടെ ജോലി ചെയ്തൊരു കമ്പനി, ഒരു ബ്രിട്ടീഷ് കമ്പനിയിലാണ് ഈ ഫയർ ആൻഡ് സേഫ്റ്റി ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഒരു ബ്രിട്ടീഷുകാരനാണ് എന്നെ ഈ ഫീൽഡിലേക്ക് അടുപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യം കൊണ്ട് അതിലേക്ക് അട്രാക്റ്റീവ് ആയതാണ്. പിന്നെ അവിടെ നിന്ന് ജോലി വിട്ട് ഇവിടെ വന്നപ്പോഴും എനിക്ക് ഇങ്ങനൊരു ചാൻസ് കിട്ടി. അന്ന് വളരെ കുറച്ച് കമ്പനികളെ ഈ ഫീൽഡിലൂടെ ഉള്ളൂ. ഇത്രമാത്രം നല്ല ടെക്നോളജികളോ ഇത്രമാത്രം ഒരു ഇമ്പോർട്ടൻസോ അതിന് കിട്ടിയിരുന്നില്ല. കൊച്ചു കൊച്ചു കമ്പനികളിൽ, അതേപോലെ ഇത്രമാത്രം വലിയ ടവറുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം, ചെറിയ ബിൽഡിങ്ങുകൾ, പരിമിതമായ ഫയർ ആൻഡ് സേഫ്റ്റി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഇതിൽ കയറി. പിന്നെ അത് എന്തോ അതിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗമായി. അതിൽ കുറേ ഭാഗ്യത്തിന് ആ കമ്പനിയും പെട്ടെന്ന് മുന്നോട്ട് പോയി ഒരുപാട് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു പക്ഷേ വേൾഡിൽ തന്നെ ഏറ്റവും വലിയൊരു കമ്പനിയായി വളർന്നു. ഇപ്പോൾ 100-120 രാഷ്ട്രങ്ങളിൽ ബ്രാഞ്ചുള്ള അല്ലെങ്കിൽ സർവീസുള്ള ഒരു കമ്പനിയായി മാറി. 50,000 സ്റ്റാഫ്, ഓൺ പ്രൊഡക്ഷൻസ്. അപ്പം അതിൽ ഞാനൊരു 220 പേരുടെ മാനേജറാണ്. അപ്പം അതൊരു ഭാഗ്യമായിട്ട് അങ്ങനെ വന്നുപോയി. അതൊരു പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ വന്നതല്ല. അബുദാബിയിലെ മലയാളികളുടെ ഇടയിൽ ഉള്ള സാംസ്കാരിക രംഗത്തും താങ്കളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അത് ഒന്ന് വിശദമാക്കാമോ? ഞാൻ കഴിഞ്ഞൊരു 12 വർഷത്തോളമായിട്ട് അബുദാബിയിലെ ഈ സാംസ്കാരിക രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. അതിനൊരു കാരണം, നമുക്കിപ്പോൾ ജോലി കഴിഞ്ഞ് കിട്ടുന്ന, ഇപ്പം എൻ്റെ ഒരു പ്രൊഫഷനിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഫീൽഡിൽ എപ്പോഴും ജോലിക്ക് എൻഗേജ് ആയിരിക്കും. പക്ഷെ അതിനിടയിൽ ഇഷ്ടംപോലെ സമയം കണ്ടെത്താൻ പറ്റും. ഒരു മടിയനാണെങ്കിൽ ഒന്നിനും സമയം കിട്ടില്ല. അപ്പോൾ പലപ്പോഴും ആൾക്കാർ പറയും ജോലി കഴിഞ്ഞ് തളർന്നു വന്നിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ സമയം കണ്ടെത്താം. ജോലി കഴിഞ്ഞ് വന്നിരിക്കുന്നു. ഇപ്പം ഞാൻ വൈകുന്നേരം വന്നിവിടെ ഇരിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ 24 ഈ ഉറങ്ങുന്നവരെ TV കണ്ടിരിക്കാം. അതേസമയം നമ്മൾക്ക് പൊതുരംഗത്ത് അല്ലെങ്കിൽ നാട്ടിലായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യാമായിരുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയ മിനിയേച്ചർ, ചെറിയ രൂപം ഇവിടെ അവതരിപ്പിക്കാനും കഴിയും. അതിനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഏറ്റവും കൂടുതൽ ഓർഗനൈസേഷൻസ് ഉള്ള സ്ഥലം അബുദാബിയാണ്. മലയാളികൾക്ക് തന്നെയായിട്ട് 2-3 രജിസ്റ്റേർഡ് സംഘടനകളുണ്ട്. ഇന്ത്യക്കാരെ മൊത്തമായ സംഘടനയുണ്ട്. എല്ലാ വീക്കെൻഡിലും ഇവിടെ സജീവമായ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സമയം കണ്ടെത്തിയാൽ നമ്മളുടെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് സംസ്കരിച്ചെടുക്കാൻ കഴിയും. നമ്മളതിന് പകരം നമ്മുടെ ജോലിയും നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ നമ്മളിലോട്ട് ഒതുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളായിരിക്കും ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം. പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും മനസ്സിലാക്കുക. അപ്പോൾ കഴിഞ്ഞ ഈ രംഗത്ത് വരുമ്പോൾ ഉണ്ടാവുന്ന സുഖം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗൾഫിൻ്റെ ഒരു ഡെസർട്ട് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. കഴിഞ്ഞ 12 വർഷമായി സാംസ്കാരിക രംഗത്തും താങ്കൾ ശോഭിച്ചു നിൽക്കുകയാണ്. ഏതൊക്കെ സംഘടനകളിലാണ് താങ്കൾ പ്രവർത്തിച്ചിരുന്നത്? ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് അംഗീകൃതമുള്ള 4 സംഘടനയിൽ 3 ഞാൻ സജീവ മെമ്പറാണ്.
പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് രൂപീകരിച്ചത് ഈ കേരളത്തിൻ്റെ ഉടനീളമുള്ള ഏറ്റവും കൂടുതൽ തീരപ്രദേശം കേരളത്തിലാണ്. കേരളത്തിൽ തീരപ്രദേശവാസികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, തീരം എന്നുകൊണ്ട്. അതാണ് നമ്മൾ ആദ്യമായിട്ട് ഇത്തരം രംഗത്ത് വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു പരിമിതികൾ ഒരുപാടുണ്ട്. അതാ ഒരു പ്രത്യേക രീതിയിൽ മാത്രമേ കൊണ്ടുനടക്കാൻ കഴിയൂ. അങ്ങനെ പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രാദേശിക കൂട്ടായ്മകളുടെ ഒരു ബഹളം, രാഷ്ട്രീയ സംഘടനകളുടെ ഒരു ബഹളം, ജാതി സംഘടനകളുടെ ബഹളം വന്നപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു പരിധിക്ക് പുറത്ത് നിൽക്കുന്ന കുറേ പേര്, ഇതിലൊന്നും പെട്ടുപോകുന്ന കുറേ പേരുണ്ട്. അവരുടെ പ്രശ്നങ്ങളിലൊന്നും ആർക്കും ഇടപെടാൻ പറ്റാത്ത വന്നു. അങ്ങനെയാണ് നമുക്ക് തോന്നിയത് ഒരു കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാവർക്കും കൊള്ളാവുന്ന ഒരു സംഘടന തന്നെയുമല്ല, അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ പ്രാദേശികതയോ ഒന്നുമില്ലാത്തൊരു, നമുക്ക് അതിനെക്കുറിച്ച് ഇവിടുത്തെ പ്രൊഫഷണൽസ്, ഇടത്തര കച്ചവടക്കാർ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പത്രപ്രവർത്തകർ, അങ്ങനെ എല്ലാവരും കൂടി കൂട്ടമായിട്ട് മുന്നോട്ട് വരികയും അങ്ങനെയാണത് കലാ അബുദാബി എന്ന് പറഞ്ഞിട്ട് 2006 ഞങ്ങൾ രൂപീകരിച്ചത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ അവാർഡ് ഇപ്പോൾ നമുക്കറിയാം, അവാർഡ് ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ കൊടുത്തിരുന്ന അവാർഡ് പത്രമാധ്യമങ്ങൾക്കായിരുന്നു. മാധ്യമങ്ങൾക്കും അതേപോലെ സിനിമാ രംഗത്ത് സജീവമായിരുന്ന ആൾക്കാർക്ക്. ഞങ്ങളുടെ അവാർഡ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം കിട്ടിയത് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ, അതിന് മുമ്പത്തെ കൊല്ലം നമ്മുടെ MP വീരേന്ദ്രകുമാർ, ജോൺ ബിട്ടാസ്, സിന്ധു സൂര്യകുമാർ, പ്രശാന്ത് രഘുവംശം, ഇങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ ഇവിടെ വന്നവർ ഞങ്ങളുടെ അവാർഡ് വാങ്ങി പോയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ സിനിമാ രംഗത്തെ അവാർഡ് നമ്മുടെ ദാസേട്ടനായിരുന്നു. ദാസേട്ടൻ ഈ കഴിഞ്ഞ ഡിസംബറിലൂടെ വന്ന് ഞങ്ങൾ അവാർഡ് വാങ്ങിപ്പോയി. ഈ രംഗത്തുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നവർക്ക് ഇതൊരു മരുഭൂമി മാത്രമല്ല, ഇവിടെയും നമുക്ക് വേണമെങ്കിൽ മരുഭൂമിയിലും മാനസികമായ ഒരു പച്ചപ്പ് ഉണ്ടാക്കാൻ കഴിയും. അതിലൂടെ നമ്മൾ ഈ നാടിനെ വെറുക്കാനും പാടില്ല. ഈ കല എന്ന പേരിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ, അങ്ങനെയാണ് കല എന്ന് വരുന്നത്. ആർട്സ് ലവേഴ്സ്, അതായത് കലാ ആസ്വാദകരുടെ ഒരു സംഘടന. അപ്പോൾ ആസ്വാദകർ മാത്രമാണോ അതോ കലാകാരന്മാരുമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ കലാകാരന്മാരുടെ സംഘടനയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ കലാകാരനല്ല, അപ്പോൾ ഞാൻ എങ്ങനെ അതിനകത്ത് വന്നു നിങ്ങൾ ചോദിക്കില്ലേ? അതെ, കലാകാരന്മാർക്ക് മാത്രമായിട്ട് സംഘടന ഉണ്ടാക്കാൻ എളുപ്പമല്ല. കാരണം അവർ ഓരോ പ്രത്യേക ചോയ്സ് ആയിരിക്കും. പാട്ടുകാരൻ പാട്ട് പാടും, ഡാൻസ് അങ്ങനെയൊക്കെ അവർക്ക് ഒരു കോർഡിനേഷൻ ഉണ്ടാവില്ലേ. പക്ഷെ അവരെല്ലാവരും ഒരു കൂടി കുടക്കീഴി കൊണ്ടുവന്നിട്ട് അത് മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റാവുന്ന രീതിയിൽ വേണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കോർഡിനേറ്റർ വേണം. അപ്പോൾ ഞങ്ങൾ കുറേ പേര് കല ആസ്വദിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ അവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ മലയാളികൾക്ക് ആസ്വദിക്കുന്ന രീതിയിലേക്കൊരു സംഘടന ഉണ്ടാക്കിയിരുന്നതാണ്. അതിൽ ഞങ്ങൾ ഒരു കാര്യം മാത്രം നിർബന്ധം, ഒന്നുകിൽ കലാകാരനായിരിക്കണം അല്ലെങ്കിൽ കലയുടെ ആസ്വാദകനായിരിക്കണം. കല കൂടാതെ മറ്റ് എന്തെങ്കിലും സംഘടനകളിൽ അംഗമാണ്? ഇപ്പം ഞാൻ അബുദാബി മലയാളി സമാജം ഇവിടുത്തെ ഏറ്റവും പഴയ ഒരു സംഘടന, ഇപ്പം 42 വർഷത്തോളമായ, ഒരു പക്ഷേ ഗൾഫിൽ തന്നെ മലയാളികളുടെ ആദ്യ കൂട്ടായ്മയാണ്. അതിൽ 2 വർഷം ട്രഷറായിരിക്കുകയും 1 വർഷം കമ്മിറ്റി എടുക്കുകയും ചെയ്തു. മലയാളികളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പഴയ കാലത്ത്, ഒരുപക്ഷെ പണ്ടൊക്കെ മലയാളി സമാജത്തിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടുന്നത് ജോലി കിട്ടുന്ന പോലെ, അത്രയും വാല്യൂ ആയിരുന്നു അതിനൊക്കെ. പിന്നീട് ഇപ്പോൾ കാലഘട്ടമൊക്കെ മാറി, എൻ്റെ ഒരു ഇതില്ല. പക്ഷെങ്കിലും മലയാളികളുടെ വലിയൊരു ആശ്രയ കേന്ദ്രമായിരുന്നു, ഒരു സാംസ്കാരിക നിലയം തന്നെയായിരുന്നു. സ്വന്തമായ വലിയൊരു കെട്ടിടവും അതിലൊരുപാട് പേർക്ക് എന്നും വന്നിരിക്കാനോ ആസ്വദിക്കാനോ ഒക്കെ ഉള്ളൊരു വേദിയും, ഒരുപാട് പ്രഗത്ഭർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കലാരംഗത്തൊക്കെ ഉള്ള ഒട്ടുമുഖ്യ എല്ലാവരും വന്നു പോയിട്ടുള്ള സ്ഥാപനം. അതിൻ്റെ ഇപ്പം അത് അബുദാബിയിൽ നിന്ന് മാറി മുസഫയിലാണ്. അതിൻ്റെ ഒരു മൊത്തം കമ്മിറ്റികളിലൊക്കെ നമ്മളുണ്ടെങ്കിലും അതിൻ്റെ ഔദ്യോഗിക പദവിയിലിരുന്ന് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 2 വർഷം ട്രഷറായിട്ട് ഇരിക്കുകയുണ്ടായി. പല മലയാളികളുടെ പ്രശ്നങ്ങൾ ഇടപെടാനൊക്കെ നമുക്ക് അവസരം കിട്ടുകയുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറൊരു മലയാളി കൂട്ടായ്മയാണ് കേരള സോഷ്യൽ സെൻറ്റർ. അത് അബുദാബി സിറ്റി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നല്ല ഗൗരവമുള്ള സാംസ്കാരിക പ്രവർത്തനം നടക്കുന്ന ഒരു സംഘടനയാണ്. അവിടെയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാറുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു കമ്മിറ്റിക്ക് പുറത്തുള്ള പല കമ്മിറ്റികളിലും ഭാഗമാക്കായിട്ടിരിക്കാറുണ്ട്. പിന്നെ ഇന്ത്യ സോഷ്യൽ സെൻറ്റർ, അതിൽ മെമ്പറാണ്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എംബസിയിൽ പോവുകയും അവിടെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വലിയൊരു കേന്ദ്രം. ഒരു ഇന്ത്യക്കാർക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു കേന്ദ്രം ഗൾഫിൽ വേറെയില്ല. ഗൾഫിലല്ല, ഒരു പക്ഷേ വിദേശത്ത് മറ്റു രാഷ്ട്രം ഉണ്ടോയെന്ന് അറിയില്ല. ഇന്ത്യൻ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ ഉദ്ഘാടനം ചെയ്തു പോയ വലിയൊരു ബിൽഡിങ്ങാണ്. ഒരു ഇന്ത്യക്കാരന് കിട്ടാവുന്ന എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് അവിടെ. 4 നൂറ്റാണ്ട് കാലം കഴിഞ്ഞു അബുദാബിയിലെത്തിയിട്ട്. നാടുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്? നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, നാടുമായിട്ടുള്ളൊരു വലിയൊരു ബന്ധം എപ്പോഴും കീപ്പപ്പ് ചെയ്യുന്ന ആളാണ്. എനിക്ക് നാടെന്ന് പറയുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു വികാരമാണ്. അതിലെനിക്ക് എപ്പോഴും അഭിമാനമുള്ള കാര്യമാണ്.
ഇപ്പോഴും എത്രയോ തവണ നാട്ടിൽ പോയിട്ടുണ്ട്. ഒരു കൊല്ലത്തിൽ 5 തവണ 4 തവണയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നാട്ടിൽ ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് തറ തൊടുമ്പോണ്ടാവണം ഒരു തരിപ്പ് ഇപ്പോഴും എനിക്കിപ്പോഴുണ്ട്. അതേപോലെ ഞാൻ വണ്ടി കയറി വീടിൻ്റെ അടുത്തോട്ട് വണ്ടി എത്തുമ്പോൾ ഉണ്ടാവണം ഒരു വിറയലൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴും എനിക്ക് അനുഭവിക്കുന്നുണ്ട്. ഒരാവേശം എന്താ പറയുക, അത് എൻ്റെ നാട്ടിൻപുറത്തേക്ക് വണ്ടി ആ കാർ ചെല്ലുമ്പോൾ ആ വളവ് തിരിയുമ്പോഴൊക്കെ ഉണ്ടാകുന്നൊരു ഇതുണ്ട്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പഠിച്ച സ്കൂളുകളും അല്ലെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ ഇറങ്ങാനും പോകാനും ആരും കാണാണ്ട് ഒറ്റക്ക് പോയിരുന്ന് ആസ്വദിക്കാനൊക്കെ ഉള്ളൊരു ചിലപ്പോൾ അതേപോലെ മഴ എൻ്റെ ഒരു വീക്ക് പോയിൻ്റ്. എനിക്ക് മഴ കൊള്ളുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മഴക്കാലത്ത് മഴ കൊള്ളാൻ വേണ്ടി ഞാൻ ലീവിന് പോകാറുണ്ട്. അമ്മയുള്ളപ്പോഴും അമ്മ കളിയാക്കും, പുറത്ത് നാട്ടുകാർ പരിഹസിക്കില്ലേ മഴ കൊണ്ടൊരു മനുഷ്യനെങ്ങനെ നടക്കാമെന്ന് പറയും. ആ വീടിൻ്റെ മുകളിലിരുന്ന് മഴ കൊള്ളുക, മഴ ടി വിയിൽ കാണുമ്പോൾ ശരിക്കും മഴ ഉള്ളിൽ അനുഭവിക്കുന്നൊരു ഇത്. അങ്ങനെ അതൊരു നാട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രയും ഉള്ളൊരു വൈകാരിക അടുപ്പം നാടിനോടുണ്ട്. എത്രയൊക്കെ നാടിനെ കുറ്റം പറഞ്ഞാലും ആ നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞാലൊരു മഹാഭാഗ്യമല്ലേ. താങ്കളുടെ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണ്? അവർ യു എയിൽ തന്നെയാണോ? ഞങ്ങളുടെ ഒട്ടുമുക്കിയ ആൾക്കാർ, ഇപ്പം ഞാനും എൻ്റെ കുടുംബം, 2 മക്കൾ, ചേട്ടൻ, എൻ്റെ ബ്രദർ ഇവിടെ തന്നെയുണ്ട്. മൂത്ത ബ്രദർ ഇപ്പോൾ കഴിഞ്ഞ 3-4 മാസം 4-5 മാസം ഇവിടുന്ന് പോയി. അവരെ മക്കൾ, ഭാര്യ, അതേപോലെ രണ്ടാമത്തെ ചേട്ടൻ മക്കൾ 10ഓളം, അതേപോലെ മരുമക്കൾ, അവരുടെ കുടുംബം, ഒരു 10-20ഓളം ഫാമിലി ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. ഈ അബുദാബിയിലും ഈ റൂമിനടുത്തൊക്കെ ആയിട്ട് മിക്കവാറും അവരൊക്കെ ആയിട്ട് ഇവിടെ വരികയും പോവുകയും. അബുദാബിയിൽ ഒരു ചെറിയ വലപ്പാട് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഉണ്ട് ഒരുപാട്. പിന്നെ മൂത്ത മകൻ ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ പഠിച്ച് വളർന്നിപ്പോൾ എയറോനോട്ടിക്കൽ ബിടെക് കഴിഞ്ഞ് ഇവിടെ ബത്തീൻ എയർബേസിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ +1 കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയുണ്ട്. എന്താണ് അവരുടെ പേരെങ്ങനെയാണ് മക്കളുടെയും ഭാര്യയുടെ പേര് സീന, മൂത്ത മകൻ്റെ പേര് സിനീത്, രണ്ടാമത്തെ സംഗീത്. അബുദാബിയുടെ സാംസ്കാരിക രംഗത്ത് ഇനിയും കൂടുതൽ സംഭാവനകൾ ചെയ്യാൻ താങ്കൾക്ക് ജഗദീശ്വരൻ ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ താങ്കളുടെ ഔദ്യോഗിക ജീവിതത്തിലും വളരെയധികം ഉയർച്ചകൾ കീഴടക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.